ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك ഇല്ല നബിയേ, ഒരിക്കലുമില്ല, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ആ വ്യാമോഹം സാധ്യമല്ല. ലാ യുഅ്മിനൂൻ, ഈമാൻ പരിപൂർണമാവേണമെങ്കിൽ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് എന്താണോ തിരുനബിയെ അങ്ങ് പരിഹാരം നിർദ്ദേശിക്കുന്നത്, ആ പരിഹാരം അവർ അംഗീകരിക്കുന്നത് വരെ അവരുടെ ഈമാൻ പരിപൂർണമല്ല. ഇസ്ലാമിൽ ഒരിക്കലും ഗീബത്തിന്റെ പരിഹാരമില്ല എന്നറിയണം. ഒരു മനുഷ്യന്റെ കുറ്റം പറയുന്ന പരിഹാരം ഇസ്ലാമിന്റെ പരിഹാരമല്ല, ആരും ചെയ്യാൻ പാടില്ല. നമീമത്തിന്റെ പരിഹാരം ഇസ്ലാമിലില്ല. വ്യഭിചാര ആരോപണത്തിന്റെ പരിഹാരം ഇസ്ലാമിലില്ല. ദുരാരോപണങ്ങളുടെ പരിഹാരമില്ല. അനീതിയുടെ പരിഹാരമില്ല. ബഹുമാനമില്ലായ്മയുടെ പരിഹാരം ദീനിലില്ല. ദീനിൻ്റേത് ക്ഷമയുടെ, പുറത്തു കൊടുക്കലിൻ്റെ, സഹനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റേത്. അതാണ് പരിഹാരം. അതിന് വഴങ്ങാത്ത ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല നബിയേ. ثم لا يجدوا في أنفسهم حرجا, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പോലും വരാതെ അല്ലാഹും റസൂലും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വായ അടക്കി പിടിക്കുന്നു. റബ്ബേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചിന്തിച്ചത്, ഞാൻ എഴുതി വെച്ചത്. മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുകയും തങ്ങളുടെ ആ ഒരു പരിഹാരത്തിന് വിരുദ്ധമായി ഒരിറ്റുപോലും മനസ്സിൽ ഒരതൃപ്തിയും പ്രകടിപ്പിക്കാതെ വയുസല്ലിമൂ തസ്ലീമാ, പരിപൂർണമായ സമർപ്പണം അല്ലാഹുവിൻ്റെ നിയമത്തിന് വേണ്ടി കൊടുക്കാത്ത കാലത്തോളം ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല നബിയേ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് നമ്മൾ അഹംഭാവത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ സ്വരങ്ങളൊന്നും പറയണ്ട. അൽ കിബ്രിയാ ഉരിദായി, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ റസൂല് കൊണ്ടുവന്നതെല്ലാം, എൻ്റെ ഹബീബ് കൊണ്ടുവന്നതെല്ലാം എനിക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും സത്യമാണ് എന്ന് ബോധിക്കുന്നതാണ് ഈമാൻ. ഇസ്രാ മിഅ്റാജ് മനസ്സുകൊണ്ട് ബോധിക്കാതെ ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സാധ്യമാണോ? മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്ര അത്ര സ്പീഡിൽ കഴിയുമോ? 7 ആകാശങ്ങളിൽ പോയി വരാൻ കഴിയുമോ ഒരു രാത്രി കൊണ്ട്? ഇത് അല്ലാഹുവിൻ്റെ കഴിവിലും റബ്ബിൻ്റെ ഖുദ്റത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്നതാണ് എന്ന് ചിന്തിക്കാതെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വസ്തുതകളെ തള്ളിക്കളഞ്ഞ ഒരു വിഭാഗത്തെ ഖുർആൻ എക്സ്പോസ് ചെയ്യുകയുണ്ടായി. വമാ ജഅൽന الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن. ഷജറത്തു സഖൂം എന്ന് പറയുന്ന വൃക്ഷം നരകത്തിലെ വൃക്ഷമാണെന്ന് പറഞ്ഞപ്പോൾ നരകം എന്നത് തീയാണല്ലോ, തീയിൽ വൃക്ഷമോ എന്ന് ചോദിച്ച് ദീനിൽ നിന്ന് പിന്മാറിയവരും ചില വിരലെണ്ണാവുന്ന ആളുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരീക്ഷണമായിരുന്നു നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുമോ? എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ?
അവിടുന്ന് പറഞ്ഞ ചില ഹദീസുകളുടെ മാനങ്ങൾ നമുക്കൊരിക്കലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ആശയങ്ങളുള്ളത് ഖിയാമത്തിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്നാലും ആമന്നാ വസദ്ദഖ്നാ ലതഫ്തഹുന്ന, നിങ്ങൾ കീഴടക്കും അൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ കീഴടക്കും, റൂമിയ, റോമ നഗരവും, ഇറ്റലിയിൽ കിടക്കുന്ന റോമ നഗരം. എപ്പോഴും എങ്ങനെ ഒന്നും നമുക്കറിയില്ല. ഹബീബിന്റെ സ്വഹാബിമാർ ആ ഹദീത്ത് കേട്ടു വിശ്വസിച്ചു. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിഅമൽ അമീറു അമീറുഹും വനിഅമൽ ജയ്ഷു ജയ്ഷുഹും. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമല്ല, പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ നഗരം ഇസ്തംബൂൾ, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഖുസ്തൻതീനിയ. അവിടെയാണ് അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളെന്ന, തങ്ങൾ ഹിജറ വന്നപ്പോൾ തങ്ങളെ പാർപ്പിച്ച വീട്ടുകാരനായ സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്ന തുർക്കിയിലാണ്. അവിടത്തേക്ക് ഒരു ധർമ്മസമരത്തിന് പോയി അവിടെ ഷഹീദ, അവിടെ വഫാത്തായി, യുദ്ധത്തിലെത്തും മുമ്പ് വഫാത്തായി അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനവറുടെ മഖാമുണ്ട് അവിടെ. ആ മഖാമിൻ്റെ നേരെ ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട് പോകാൻ. ആ കുന്നിൻ്റെ മുകളിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഷെയ്ഖുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മഖാമുണ്ട് അവിടെ. വേറെ ഒരുപാട് മഹാന്മാരുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന സൈന്യം ഏറ്റവും നല്ല സൈന്യമാണ്. അവരുടെ കമാൻഡർ ഏറ്റവും നല്ല കമാൻഡറാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റൂമിയ, റോമ നഗരവും ഇസ്ലാം അംഗീകരിക്കുന്നൊരു സംവിധാനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുമ്പോൾ അത് വലിയ സംഭവം അല്ല, കോൺട്രവേഴ്ഷ്യലാക്കും. പിന്നെ പിടിച്ച് കഴിഞ്ഞാൽ റോമ നഗരം പിടിക്കാൻ പോവാണ്. എൻ്റെ റസൂൽ അത് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എനിക്കറിയില്ല. എൻ്റെ റസൂൽ അത് പറഞ്ഞതാണ്. അപ്പോൾ സ്വഹാബി ചോദിച്ചു, നബിയെ, കോൺസ്റ്റാന്റിനോപ്പിളാണോ ആദ്യം, അതല്ല റോമ നഗരമാണോ? തങ്ങൾ പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരിക്കും ആദ്യം ജയിച്ചടക്കുക. തങ്ങളത് പറഞ്ഞ് 800 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ സൈന്യത്തിൻ്റെ അമീർ എന്ന നബി തങ്ങൾ, നിഅമൽ അമീറു അമീറുഹും, മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. ആ മഹാന്റെ മഖാമിൻ്റെ മുമ്പിൽ നിഅമൽ ജയ്ഷു ജയ്ഷുഹും വൽ അമീറു അമീറുഹും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ മഹാനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാന്റെ മഖാമിൻ്റെ മുമ്പിൽ ഈ ഹദീത്തുണ്ട്. അവിടെ ഈ സംഭവം നടന്നത് തങ്ങളിത് പറഞ്ഞിട്ട് 800 കൊല്ലം കഴിഞ്ഞിട്ട്. 800 കൊല്ലം. ഇനി ഒരു 800 കൂടെ ആകുമ്പോൾ അവിടെ മുതൽ ഒരു 800 കഴിഞ്ഞിട്ടാണോ 1600 കഴിഞ്ഞിട്ടാണോ നമുക്കറിയില്ല. റൂമിയ ദീനിൻ്റെ പരിമളം വീശുന്ന നഗരിയായി മാറുമെന്നാണ്. മുസ്ലിം മുഅ്മിൻ ഹബീബിൻ്റെ ഹദീത്തിനെ നമ്മളത് വിശ്വസിച്ചു. ഒരു വാഹനം വഴിമാറി കൊടുക്കണേ. ഇത് വാഗണറാണോ? KL 57F 9141. ഇവിടെ വഴി ബ്ലോക്കായിട്ടുണ്ട്. ഒരു വൈറ്റ് സുസുക്കി വണ്ടിയാണ്. ഒന്ന് മാറ്റി കൊടുക്കണേ. എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യമായി പുലരും എന്ന് വിശ്വസിക്കണമെന്നാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ ഇല്ല അത് വേറെ വിഷയം. മനസ്സിലായോ ഇല്ലയോ എന്നത് വേറെയാണ്. എൻ്റെ റസൂലിനെയും എൻ്റെ അള്ളാഹുവിനെയും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഒരു രസകരമായ സംഭവമുണ്ട്. അതൊരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. സഹാബികളുടെ കാലത്ത് നടന്നതാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിലെ ഷഹീദാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമുള്ളത് ജോർഡാനിലെ അമ്മാനിൽ നിന്നൊരു 200 കിലോമീറ്റർ അപ്പുറത്ത് കറഖ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ജാഫർ തങ്ങൾ, അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ, പിന്നൊരു സഹാബിയും കൂടെ. ആരായിരുന്നു അത്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു, തങ്ങളുടെ പോറ്റുപുത്രൻ എന്ന് പറഞ്ഞ സെയ്ദ് ഇബ്നു ഹാരിഥ. ഈ 3 സഹാബിമാർ ഒരു പള്ളിൻ്റെ പരിസരത്താണ്. ഈ അബ്ദുല്ലാഹി റവാഹ തങ്ങൾ കവിയായിരുന്നു. പുണ്യനബിയെ പറ്റി മദ്ഹ് പറഞ്ഞ കവിയാണ്. ആ മഖാമിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. ആ മഖാമിന് അവിടുത്തെ ജോർഡാനികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ
ആ മഖാമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായ സുഗന്ധം ഈ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിനുണ്ട്. ആ പള്ളിക്ക് ഒരു പള്ളി പോലെ ഒരു മഖാം, അതിന് ചുറ്റും നമ്മുടെ സൈത്തൂനിൻ്റെ വൃക്ഷങ്ങൾ കുറേ ഉണ്ട്. നമ്മൾ പറയാം ഒലീവിൻ്റെ സൈത്തൂൻ കായ എന്ന് പറയില്ലേ, സൈത്തൂൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ചെല്ലുമ്പോൾ സൈത്തൂൻ കായ ആദ്യം കാണുമ്പോൾ അവിടെ ആയിരിക്കും. ജോർഡാൻ ഫലസ്തീൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ജോർഡാനിൽ ഇറങ്ങി പിന്നെ ഫലസ്തീനിൽ പോയി പിന്നെ ഈജിപ്തിൽ പോയി അങ്ങനെ ഒരു റൗണ്ട് അടിക്കലാണല്ലോ. അവിടെ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളുടെ മഖാമിനൊരു പ്രത്യേക സുഗന്ധമുണ്ട്. അത് ആരോടെ കൊണ്ടുപോയി സെൻറ്റ് വരുന്നതല്ല, ഒരു പ്രത്യേക സുഗന്ധമാണ്. ഹബീബിൻ്റെ ഷായറായിരുന്നു മഹാനവറുകൾ, മുഅ്തയിലെ ഷഹീദാണ്. ആ സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞവർ കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ, അദ്ദേഹമാണ് ഇതിലെ കഥാപുരുഷൻ. അദ്ദേഹം ഒരു തമാശ പറഞ്ഞതാണ്. കല്യാണം കഴിച്ചു, മദീനക്കാരിയായ ഒരു അൻസ്വാരിയത്തായ പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ പുതിയാപ്പിള അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടിമസ്ത്രീ ഉണ്ടായിരുന്നു. അന്ന് അടിമസ്ത്രീകളും അടിമകളും നിലനിൽക്കുന്നൊരു കാലമാണ്. പൊന്നിനബി തങ്ങൾ വരുന്നതിൻ്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായമുണ്ട് അവിടെ. ആ സിസ്റ്റം ഇസ്ലാം ക്രമേണ ഇല്ലായ്മ ചെയ്ത ഒരു സംഭവമാണ്. എല്ലാറ്റിനും അടിമമോചനം, എല്ലാ പ്രായശ്ചിത്തവും അടിമമോചനം, അടിമകളെ മോചിപ്പിക്കുക, അങ്ങനെ ചെയ്ത് ഇല്ലായ്മ ചെയ്തതാ. പക്ഷെ അന്ന് ഒരു നിയമപ്രകാരം തൻ്റെ കീഴിലുള്ള ഒരു അടിമ സ്ത്രീയെ ശാരീരികമായി ഹലാലായി ബന്ധപ്പെടാൻ ദീനിൽ അനുമതിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആ പെണ്ണ് സ്വതന്ത്രയായി മാറുകയും ചെയ്യും. അപ്പോൾ പലരും അങ്ങനെ ഒരു തൻ്റെ സയ്യിദുമായി അല്ലെങ്കിൽ തൻ്റെ യജമാനനുമായി ഒരു ശാരീരിക ബന്ധം ഉണ്ടായി എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ അടിമയല്ലാതെ രക്ഷപ്പെടുമല്ലോ എന്നാഗ്രഹിച്ച് നടക്കുന്ന കാലവുമാണത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഭാര്യ കടന്നു വരുമ്പോൾ മഹാനവറുകളുടെ കൂടെ ഈ അടിമപ്പെണ്ണ് കിടക്കുന്നത് ഈ അൻസ്വാരിയത്തായ പെണ്ണ് കണ്ടു. അപ്പം ഭയങ്കര പ്രശ്നമാക്കുമല്ലോ. അപ്പം മഹാനവറുകൾ എന്താ അപ്പം പറയാ? പെണ്ണ് ചോദിച്ചു, ലഖദ് റഅയ്തുക്, ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞില്ല, നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ജനാബത്തുള്ള ഒരാൾ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് എനിക്കറിയാം. ജനാബത്ത് കുളിക്കാതെ ജനാബത്തുള്ള ഒരു മനുഷ്യൻ ഖുർആൻ ഓതാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ ഒന്ന് ഓദിക്കുക, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ജനാബത്തുകാരനാണ് എന്ന് പെണ്ണിനറിയാം. അപ്പം ഇല്ലയെന്ന് പറഞ്ഞും ചെയ്തു. ഞങ്ങൾ ഖുർആൻ ഒന്ന് ഓദിക്കട്ടെ എന്ന് പറഞ്ഞു. ഷഹിദ്തു ഷഹാദതൻ ലാ റൈബ ഫീഹാ بأن الله ليس له شريك وأن محمدا عبد رسول إلى الثقلين أرسله المليك. ഇത് ഖുർആൻ അല്ല നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പെണ്ണിനെ പറ്റിക്കാൻ വേണ്ടി മൂപ്പര് ഖുർആൻ പോലെ ഇങ്ങോട്ട് പാടിക്കൊടുത്തത്. എന്താ പെണ്ണ് പറഞ്ഞു, സദ്ദഖത്തുല്ലാഹ്, അള്ളാഹു പറയുന്നതൊക്കെ സത്യമെന്ന് എനിക്കറിയാം, പക്ഷെ ഈ വഹി നുണയാണെന്ന് പറഞ്ഞു. വകദ്ദബതു ഹാദൽ വഹി, അത് കേട്ടിട്ട് ഖുർആൻ പോലെ തോന്നണില്ലല്ലോ. അള്ളാഹ് ഇറക്കിയതാണെങ്കിൽ സത്യമാണ്, അള്ളാഹു എന്ന് പറഞ്ഞ സംഭവം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഈ വഹി, എൻ്റെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു. അത് അവിടെയാണ് ഈ പോയിന്റ് എടുക്കുന്നത്. എൻ്റെ റബ്ബ് പറഞ്ഞതാണെങ്കിൽ ഞാനത് വിശ്വസിച്ചു എന്ന് ഉറപ്പാണ്. പക്ഷെ ഈ വഹി അവർക്കറിയില്ലായിരുന്നു. ഇസ്ലാമിലേക്ക് പുതുതായി വന്ന കാലഘട്ടം. അപ്പോൾ സദ്ദഖത്തുല്ലാഹു വകദ്ദബത്തുൽ വഹി, ഈ വഹി ഞാൻ അതെനിക്ക് ശരിയാവണില്ല. ഏതായാലും അതിൽ കുഴപ്പമില്ലാണ്ട വിഷയം തീർന്നു കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു, അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഅ്ത യുദ്ധം നടക്കുന്നതും അവിടെ മഹാനവറുകൾ ഷഹീദാകുന്നതും റളിയല്ലാഹു തആല. അള്ളാഹു മഹത്തുക്കളൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഉഹദിൽ വയറ് കീറിയ ആളുകളുണ്ടായിരുന്നു. വയറ് പൂർണ്ണമായും കീറി തുറക്കപ്പെട്ടു. ചില ആളുകളുടെ കൈകൾ മുറിഞ്ഞുപോയി, ചില ആളുകളുടെ കാലുകൾ മുറിഞ്ഞുപോയി, അങ്ങനെ ഷഹീദായി. ചില സ്വഹാബിമാർ 70ഓളം മുറികൾ ദേഹത്തിൽ ഒന്നാകെ. എങ്ങനെ 70 പോയിന്റ് ഇടാൻ വരെ ദേഹത്തെ സ്ഥലം ഉണ്ടോന്ന് ആലോചിച്ചു.
70ഓളം കുന്തമുനകൾ അമ്പും വന്നു തറച്ച് പരിച പോലെയായി ഷഹീദായ സ്വഹാബിമാർ. ഈ സ്വഹാബിമാരെ മുഴുവനും നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരിക. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്താണ് ആലു ഇമ്രാനിലെ 170, 171 ആയത്തുകൾ. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നൊരു അത്ഭുതം നോക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله. ആ ഫദ്ലിഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരീരത്തിൽ മുറിവേറ്റ് കിടന്ന് അവർ ഷഹീദായതിനെ കുറിച്ചാണ് ആ പറയണത്. ഞാൻ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. ഒരാളും വിചാരിക്കേണ്ട ولا تحسبن الذين قتلوا في سبيل الله. വിശ്വാസത്തിൻ്റെ, ആദർശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ശുഹദാക്കളായ ഉഹദിലെ ശുഹദാക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഖുതിലു ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, അവരെക്കുറിച്ച് നിങ്ങളാരും അംവാതാ, മരിച്ചവരാണ് എന്ന് വിചാരിക്കല്ലേ. ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എന്താണ് ഇതിൻ്റെ ആശയം? ജീവിതം മരണം എന്ന് പറയുന്നത് ഈ ഒരു റൂഹ് പോകുന്ന ഈ തടിയിൽ മാത്രം കിടക്കുന്ന വിഷയമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരുണ്ടാവും, മരിച്ചിട്ടും മരിക്കാത്തവരുണ്ട്. ഖുർആൻ ഒരു തലത്തിലേക്ക് കയറിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവരെ പറ്റി പറയുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് എല്ലാം അല്ലാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശുഹദാക്കളെല്ലാം മരിച്ചവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ഇനി പറയുന്നതാണ് അത്ഭുതം. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു എന്ന രക്ഷിതാവ് അവർക്ക് നൽകിയ ഈ ഔദാര്യം കൊണ്ട് സന്തോഷിച്ചവരാണവർ. ദേഹത്ത് കയ്യേറ്റ് വീണപ്പോഴേ അവർ അല്ലാഹുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ശരീരം പരിച പോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, എൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ അങ്ങയുടെ കഴുത്ത് വെച്ചോളൂ നബിയെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കാം. അങ്ങയുടെ കഴുത്തിനെ തേടി വരുന്ന അമ്പ് എൻ്റെ കഴുത്തിൽ കൊണ്ടിട്ട് മതി നബിയെ അങ്ങേക്ക് വരാൻ എന്ന് ഹബീബിനോട് പറഞ്ഞ ത്വൽഹാ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ സ്വഹാബിമാർ ചെയ്തതാ. നിന്നുകൊടുത്തു ഹബീബിന് വേണ്ടി. എൻ്റെ ഹബീബിൻ്റെ ദേഹത്തൊരു പോറലും ഏൽക്കരുത്. എന്താണ് ആ സ്നേഹം? ലോകത്തോട് വിട പറയാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കുമ്പോ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളോട് പുണ്യനബി പറഞ്ഞിരുന്നു, സ്വഹാബികളെ റബീഅയോട്, റബീഅ ആരെങ്കിലും പോയി കാണുകയാണെങ്കിൽ എൻ്റെ സലാം റബീഅയോട് പറയണേ. എന്നിട്ട് ചോദിക്കണം, കൈഫ തജിദുക്, എങ്ങനെയുണ്ട് റബീഅ? 70ഓളം സ്വഹാബിമാർ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുമ്പോൾ ഈ റബീഅ തങ്ങളെ നോക്കാൻ വേണ്ടി സ്വഹാബിമാർ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ലോകത്തോട് വിട പറയാൻ, ശരീരം റൂഹിനോട് വിട പറയാൻ കാത്തിരിക്കുന്ന നേരത്ത് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ശരീരമാസകലം രക്തം വാർന്നൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശരീരം മുറിവായി കിടക്കുമ്പോൾ മഹാനായ സ്വഹാബിയോട് ചോദിച്ചു, റബീഅ, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിൻ്റെ ഗുരു നമ്മുടെ ഹബീബ് അങ്ങയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടുണ്ട് റബീഅ. എന്നിട്ട് അങ്ങയോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക്, എങ്ങനെയുണ്ട്, നിങ്ങൾ എന്താണിപ്പോൾ കാണുന്നത് എന്ന് ചോദിക്കൂ. വഅലാ റസൂലില്ലാഹി സലാം, എൻ്റെ റസൂലിനോട് എൻ്റെ സലാം മടക്കിയത് പറയണേ. പറയാൻ പറ്റുന്ന നേരല്ല, പക്ഷേ ഉള്ള ശബ്ദം കൊണ്ട് പറഞ്ഞയച്ചു. എൻ്റെ റസൂലിനോട് ഞാൻ വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞു എന്ന് പറയണേ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നല്ലേ റസൂല് ചോദിച്ചത്. ഇന്നീ ലഅജിദു റീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്, ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെ നോക്കി കൂടെ വന്ന ആളുകളോട് ഇങ്ങനെ കിടക്കുകയാണ്. രക്തം വാർന്ന് സെക്കൻഡുകളെ കൊണ്ട് വഫാത്താകും, ഷഹീദാവാൻ നിൽക്കുകയാണ്. യാ മഅ്ശറൽ അൻസ്വാർ, അൻസ്വാരികളെ, ലാ യുഖ്ലസ് ഇലാ റസൂലില്ലാഹി വഫീകും ഐനുൻ തർഖുബ്, നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖത്ത് ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാനെ നോക്കണേ, റസൂലുള്ളാക്കൊന്നും പറ്റരുതേ. ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് റസൂലുള്ളാക്ക് സംരക്ഷണം കൊടുക്കണേ. ലാ ഉദ്റ ലക്കും ഇൻ യുഖ്ലസു ഇലാ റസൂലില്ലാഹ്, ഞാൻ മരിക്കുകയാണ്, എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുകയാണ് ഇവിടെ. എൻ്റെ റസൂലിനെങ്ങാനും എന്തെങ്കിലും ഒരു പോറലേറ്റാൽ അൻസ്വാരികളെ, അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും പറയാനുണ്ടാവില്ല കേട്ടോ, ഒരു ഉദ്റും പറയാനുണ്ടാവില്ല, ഒരു കഴിവുകേടും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ. ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാനെ നോക്കണേ. നോക്കണം, അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മ വാപ്പുണ്ട്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാൻ ഖൽബിലുള്ള ആളുകൾ റബ്ബിനെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്, അല്ലാഹുവിൻ്റെ റസൂലിനെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്. എന്താണ് ആ സ്നേഹമൊക്കെ? നമുക്കത് പറയുമ്പോൾ പറയാൻ പറ്റുന്നില്ല. എന്താണ് ആ നേരം? എൻ്റെ മക്കളെ നോക്കണമെന്നല്ലേ പറയാൻ തോന്നുക? റസൂലുള്ളാനെ നോക്കണേ. ഒരു കണ്ണ് നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് റസൂലുള്ളാക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. നിങ്ങൾ ഓടാൻ പാടില്ല. യുദ്ധം അവസാനിക്കുമ്പോൾ പരാജയമായി മാറുകയായിരുന്നു. അറിയാലോ ചരിത്രമൊക്കെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. ഉഹദിലെ ശുഹദാക്കളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണിത്, ആലു ഇമ്രാനിൽ. ഉഹദിലെ ശുഹദാക്കള് അവർക്ക് അല്ലാഹു നൽകുന്ന ഔദാര്യം കൊണ്ട് സന്തോഷിച്ചവരാണവർ. അവർ മരിച്ചവരല്ല. എന്താ ഔദാര്യം എന്നറിയോ? അവരുടെ കൈകാലുകൾ മുറിക്കപ്പെട്ടത്, ശരീരത്തിൽ മുറിവുകളേറ്റത്, റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു അരിപ്പ പോലെ ശരീരം മാറ്റിക്കൊടുത്തത്, അത് സന്തോഷിച്ചവരാണ്. യാ അല്ലാഹ്, ആ മുറിവ് അവർക്ക് വേദനിച്ചിട്ടില്ല, അവർക്കത് സന്തോഷാ തോന്നിയത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയില്ലേ. അവിടെയാണ് പടച്ചവൻ ഇടപെടുന്നത്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു നൽകുന്ന ഔദാര്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഷഹാദത്ത് വരിച്ചവരാണവർ. അവരുടെ മനസ്സിനെയാണ് ഖുർആനി പറയുന്നത്. അവർക്കത് സന്തോഷമാണ്. മരണം സംഭവിച്ചു പോയതല്ല, ഞങ്ങൾക്കിത് സന്തോഷമാണ്. തങ്ങൾക്ക് പിറകെ വരാനിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സങ്കടമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു സ്വർഗലോകത്തേക്ക് വന്നോളൂ എന്ന് തങ്ങളുടെ പിറകിൽ വരുന്നവരോട് സന്തോഷം പറഞ്ഞുകൊണ്ടാണ് ഈ മുറിവുകളെല്ലാം സ്നേഹത്തോടെ അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് പടച്ചവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റത്തെക്കുറിച്ച് പറയാണ്. നമുക്കിപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഖുർആൻ നമ്മൾ ഓതുന്നുണ്ടോ? നമ്മുടെ മക്കൾ ഓതുന്നുണ്ടോ?
നിസ്കാരം, സുന്നത്ത് നോമ്പുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്ര ആലോചിച്ചൂടെ? ആ വണ്ടിയുടെ ബ്ലോക്കായിട്ടുണ്ട്. ഒരു വാഗണർ വണ്ടിയാണ്, KL 57F 9141. ആ റിറ്റ്സ് ആണോ അത്? എൻ്റെ ബാക്ക് മാത്രമേ കാണുന്നു. റിറ്റ്സ് കാറാണ്. ഒന്ന് മാറ്റി കൊടുക്കണേ, വെള്ള റിറ്റ്സ് കാറ്. അർജൻറ്റായിട്ടൊരു ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട്. ആ വണ്ടി ബ്ലോക്കായി കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞ വണ്ടി തന്നെയാണ്, ഒന്ന് ശ്രദ്ധിക്കട്ടോ. എത്ര റിറ്റ്സ് നമ്പർ KL 57F 9141. ഓക്കെ, ഒന്ന് മാറ്റി കൊടുക്കണേ, പെട്ടെന്ന് ആരും മറക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. സത്യസന്ധരായ ആളുകളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ നിങ്ങൾ കൂടെ നിൽക്കണമേ. കാരണം അല്ലാഹുവിനോടുള്ള സ്നേഹം സജ്ജനങ്ങളോടുള്ള സ്നേഹമാണ്. സജ്ജനങ്ങളെ സ്നേഹിക്കുന്നത് ഔലിയാക്കന്മാർ, മഹത്തുക്കളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരെ നമ്മളെ സ്നേഹിക്കുന്നതേ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. യഖൂലുല്ലാഹ്, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസുണ്ട്. അള്ളാഹു പറയും, വജബത് മഹബ്ബതി ലിൽമുതഹാബ്ബീന ഫിയ വൽമുതജാലിസീന ഫിയ വൽമുതസാവിരീന ഫിയ വൽമുതബാദിലീന ഫിയ. എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നവരെവിടെ? അവർക്കെൻ്റെ സ്വർഗം നിർബന്ധമാണ്. അള്ളാഹനെ ഓർത്ത് ഒരു സദസ്സിൽ ഒരുമിച്ചിരുന്നവർ, അക്കൂട്ടത്തിൽ നമ്മുടെ മജ്‌ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ഒരു മജ്‌ലിസായി അള്ളാഹുവിനെ മാറ്റിത്തരട്ടെ. അള്ളാഹിനോർത്ത് വന്നതാണ്. ഇവിടെ ഇന്ന് ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം നമ്മൾ കൊടുത്തില്ലേ, 1000 ചില്ലറ പൊതി നമ്മൾ കൊടുത്തു ഒന്നാമത്തെ ദിവസം. അപ്പം നമ്മളൊരു പൊതി കണ്ടിട്ട് വന്നതല്ല, ഇന്ന് അള്ളാഹുവിന് വേണ്ടി വന്നതാണ്. നമ്മൾ കുറേ ഗ്രൗണ്ടിലും കുറേ സ്റ്റീവിൻ്റെ മുമ്പിലും സ്റ്റേഡിയത്തിലൊക്കെ കുറേ സമയം ചിലവഴിച്ചില്ലേ. അപ്പോൾ ഒരു പ്രായശ്ചിത്തമാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സമയം സ്വീകരിക്കട്ടെ. ഈ ഇരുത്തം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന് അള്ളാഹു നിമിത്തമാക്കി തരട്ടെ. കൽബിലൊക്കെ കുറേ ഇഷ്ടങ്ങൾ, ഈ റീൽസ് ഇങ്ങനെ നോക്കുമ്പോഴേ കുറേ ഉടായ്പല്ലേ നമ്മൾ കാണുന്നത്. കൽബിലേക്ക് കയറേണ്ട നല്ല മെസ്സേജൊന്നും കയറൂല. അപ്പോൾ ഇങ്ങനെ വേണ്ടാത്തത് ഇങ്ങനെ കയറിക്കൂടി മലിനമായി കിടക്കുക. അവിടത്തേക്ക് കുറച്ച് നല്ല പോസിറ്റീവ് ചിന്തകൾ കയറണം. അല്ലാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. വജബത്ത് മഹബ്ബതി, എൻ്റെ സ്നേഹം നിർബന്ധമാണ്. ലിൽ മുതഹാബ്ബീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. അത് ഹറാമായ പ്രേമത്തെക്കുറിച്ചല്ലേ പറഞ്ഞു കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെടുന്നത്. വൽമുതസാവിരീന ഫിയ വൽമുതബാദിലീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവർ, എനിക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്നവർ, എനിക്ക് വേണ്ടി പരസ്പരം ചെലവഴിക്കുന്നവർ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ആളുകളെ സഹായിക്കുന്നവരെ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സ്നേഹിച്ച് പരസ്പരം കാണാൻ ചെല്ലുന്നവരെ, കല്യാണത്തിൽ കൂടുന്നവരെ, അവരുടെ വീട്ടിലെ ഫംഗ്ഷനിൽ കൂടുന്നവരെ, ഒരുമിച്ചിരിക്കുന്നവരെ, ഒരുമിച്ച് യാത്ര പോകുന്നവരെ, എല്ലാവർക്കും അള്ളാഹിൻ്റെ മഹബ്ബത്ത് നിർബന്ധമാണ്. മറ്റേത് ഇബ്ലീസിൻ്റെ മഹബ്ബത്തേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇദാ ഹബ്ബ അഹദുകും അഖാഹു ഫൽയുഅലിംഹു, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോടൊരു സ്നേഹം തോന്നിയാൽ ഫൽയുഅലിംഹു, അയാളോടത് പോയി പറയണം, അറിയിക്കണം എന്ന് നബി ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വിചാരിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇതൊരാളോട് പറയൽ സുന്നത്ത്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലാതെ ഉണ്ടാക്കി പറയുന്നു വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാൻ പോണില്ല. ഇഷ്ടമാണെങ്കിൽ അയാളോടത് പോയി പറയണം. അതൊരു കൂലിയുള്ള കാര്യമാണ്. പ്രേമിക്കുന്നവർ പ്രേമം പറയൽ നിർബന്ധമാണെന്നൊന്നല്ല കേട്ടോ ഇതിനർത്ഥം. പഠിച്ചവനെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു അനുവദിക്കുന്ന ഒരു മഹബ്ബത്തിനെ കുറിച്ചായി പറയണത്. ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ അവളെ ഇഷ്ടപ്പെടുന്നു, അവളോട് പോയി പറയണം ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ്. നമുക്കൊന്നും ഇപ്പോൾ അങ്ങനെ അവളെ പോലെ അങ്ങ് ഹിജാബ് നിഖാബിട്ട് നടക്കാനൊന്നും പറ്റണില്ല. എന്നാലും ആ മോളത് ചെയ്യുന്നുണ്ടല്ലോ. ക്യാമ്പസിൽ അവൾ ഒറ്റയ്ക്കാണെങ്കിലും മാഷാ അല്ലാഹ്, വി ആർ പ്രൗഡ് ഓഫ് യു, വി ലവ് യു, ട്രൂലി വി വാല്യൂ ദാറ്റ്. ആ കുട്ടിയോട് പറയൽ സുന്നത്താണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളൊന്നുമില്ല, ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്കൊന്നൊരു ചെറിയ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. അത് നല്ലതാണ്. ഹബീബിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്.
നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെടണം. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമാണെങ്കിലും മരണപ്പെട്ടവർ എന്ത് ചെയ്യണം? പോയി സിയാറത്ത് ചെയ്യണം. മടവൂർ മഖാമിലേക്ക് സിയാറത്തിന് വരുന്നത്, ഉടങ്ങാക്കാട് പോകുന്നത്, അവാർഡ് ഉസ്താദ് മഹാനായ എത്തിപ്പറ്റ ഷേഖ് അവറുകൾ, ഷംസുൽ ഉലമാഹി തങ്ങൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, ഒരുപാട് നമ്മുടെ മുമ്പിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ നാട്ടുകാരായ പ്രായമുള്ള ആളുകളുടെയൊക്കെ കൺമുമ്പിൽ ജീവിച്ചു പോയ ഒരുപാട് മഹത്തുക്കളില്ലേ? അവരൊക്കെ സിയാറത്ത് ചെയ്യുക. സലാം പറയുമ്പോൾ അവർ സലാം അടക്കും. മുഅ്മിനീങ്ങൾ അവരുടെ റൂഹുകൾ തമ്മിൽ ബന്ധമുണ്ടാവും. ആ ബന്ധമാണ് ബന്ധം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ സിയാറത്തിന് പോകണമെന്ന് പറയുന്നത്. ആത്മിക ബന്ധം, ഒരാത്മാവുമായുള്ള ബന്ധം അവിടെ രൂപപ്പെടും. അത് വെറും ഒരു മീസാങ്കല്ല് കാണുകയല്ലേ. അത് ആഖിറത്തെ ഓർമ്മിക്കാനും പരലോക ചിന്തകൾ വരാനും, അതോടൊപ്പം ഈമാനികമായ അൽ മുതസാവിരീന ഫിയ്യ, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശനം ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഇത് പെടുമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അല്ലാഹു സജ്ജനങ്ങളുടെ സൗരഭ്യവും അവരുടെ സുഗന്ധവും അവരുടെ സൗഹൃദവും അല്ലാഹു ദുനിയാവിലും നാളെ ഖബറിൽ കിടക്കുമ്പോൾ പരിസരത്ത് നല്ല മനുഷ്യന്മാരായിരിക്കണം. അതൊരു ഭാഗ്യമാണ്. നാളെ ആഖിറത്തിലും അത് കിട്ടണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഹാദു തഹാബു വതുദ്ഹിബു ശഹനാ, തഹാദു തഹാബു വതുദ്ഹിബു ശഹനാ. നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണേ, പരസ്പരം ഹദിയ കൊടുക്കണേ. തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാകും. വതുദ്ഹിബു ശഹനാ, അല്ലെങ്കിൽ തദ്ഹബു ശഹനാ, മനസ്സിലെ വെറുപ്പ് ഇല്ലാതെയാകും. സമ്മാനം കൊണ്ടേ കൊടുക്കുക. അത് വലിയ സമ്മാനം ആവണമെന്നില്ല, ചെറുതായാലും മതി. സ്നേഹത്തോടെ കൊണ്ടുപോയി കൊടുക്കുക. ആർക്കാ കൊടുക്കണമെന്നറിയോ? പ്രത്യേകിച്ച് നമ്മളോട് കാര്യമായ വെറുപ്പോ ഇഷ്ടക്കേടോ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊണ്ടുപോയി കൊടുക്കുക. എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ ആ ദേഷ്യം ഇങ്ങനെ കൂടി ഗ്യാസ് സ്റ്റവ് പൊട്ടണ പോലെ പൊട്ടണവരെ കൊണ്ടടക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൻ്റെയൊക്കെ മുമ്പ് അത് ഊതിക്കെടുത്താൽ ഇച്ചിരി വെള്ളം പാർന്നാൽ അത് തീരും. ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. മകൻ ഗൾഫിൽ നിന്ന് വന്നതാ, നിങ്ങൾ iPhone 17 കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല ഞാൻ പറയണത്. എന്തെങ്കിലും ഒരു അത്തറോ ഒരു എന്തെങ്കിലും എന്താ പറയുക, സോപ്പോ എന്തെങ്കിലും ഒരു ഫുഡോ ഒരു ചോക്ലേറ്റോ ആ കുട്ടികൾക്ക്, ആ വീട്ടുകാർക്ക്, അതുമ്പോൾ തീരും പ്രശ്നം. തഹാദു, നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഹദിയ കൊടുത്താൽ സ്നേഹം ഉണ്ടാകും, വെറുപ്പില്ലാതെയാകും. വില്യാപ്പള്ളിയിൽ, വടകര വില്യാപ്പള്ളി കേട്ടിട്ടില്ലേ? അവിടെ ഒരു അത്തൻ പോക്കർക്ക എന്ന് പറഞ്ഞൊരു ഒരു ഉദാരമതിയായൊരു നല്ല മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് അത്തറുകൾ കൊടുക്കല പരിപാടി. മദ്രസയിലും ദർസിനും ഒരു അത്തർ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു 100 കുപ്പിയൊക്കെ ഉണ്ടാവും. അത് വാങ്ങിച്ച് ചാക്ക് കണക്കിന് വാങ്ങിച്ച് വെച്ച് വീട്ടിൽ വരുന്ന ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും ദർസുക്കും റമളാനൊക്കെ കൊണ്ടു കൊടുക്കലാണ്. ചാക്ക് കണക്കിന് അത്തറുകൾ വാങ്ങി സുഗന്ധം കൊടുക്കുകയാണ്. അത് അറിയുന്നവരും അറിയാത്തവർക്കും ഒക്കെ കൊടുക്കും. ആ ദാനം കൊണ്ട് കിട്ടുന്ന മഹത്വം എത്രയാണ്! ആ മനുഷ്യൻ നേടിയെടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ്! ആലോചിച്ച് നോക്കി. പ്രായമായി, അല്ലാഹു ആരോഗ്യവും ആഫിയത്തും സലാമത്തും പടച്ചോ നൽകട്ടെ. ചില ആളുകൾ അങ്ങനെയാണ്, സമ്മാനങ്ങൾ കൊടുക്കുക, ഹദിയ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ആകെ ഒരു ആഗ്രഹമുള്ളൂ, ഏത് ഉസ്താദുമാർ ഏത് തങ്ങൾ സയ്യിദ് വന്നാലും ഉമ്മൻ്റെ ഖബറും പുറത്ത് പോകണമെന്ന് പറയും. അവിടെ മരിച്ചുപോയ ഉമ്മ, ഹലീമ ഉമ്മ, ആ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി വില്യാപ്പള്ളി പറമ്പത്ത് ജുമാ മസ്ജിദിൻ്റെ മെഹ്റാബിൻ്റെ അവിടെ ആ ഉമ്മ കിടക്കുന്നുണ്ട്. അവിടെ പോയി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയും. സുബ്ഹാനല്ലാഹ്. ആ ദുആ അത് മതി, കണ്ണ് നിറയും അദ്ദേഹം. കൈ നിറയെ സമ്മാനങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും കൊടുക്കുന്ന ആ ഒരു നല്ല കാര്യം ഞാൻ സന്ദർഭത്തിൽ ഓർത്തുപോയതാണ്. തഹാദു തഹാബു, നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണേ, സ്നേഹം ഉണ്ടാവും. വതദ്ഹബു ശഹ്ന, അസൂയയും വെറുപ്പും ഇല്ലാതെയാവും. നാട്ടുകാർക്ക് മൊത്തം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, എന്നാലും തദ്ഹബു ശഹ്ന. മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മാലിക് ഇബ്നു അനസ് എന്നവരെ കേട്ടിട്ടില്ലേ?
മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി സാഹിബുൽ മുവത്ത, മഹാനവറുകൾക്ക് പഴം ഇഷ്ടമായിരുന്നു. നമ്മൾ റോബസ്റ്റ് പഴം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ റോബസ്റ്റ് തന്നെ പറയാം അല്ലേ. ചിലർ പറയാൻ ഷുഗറൊന്നുമില്ല, ഇവിടെ നല്ല ഷുഗർ ഉണ്ടെന്നാണ് പറഞ്ഞാൽ, അതില്ലാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ അടിച്ച് തിന്നവരുണ്ട്. നേന്തപ്പഴം പിന്നെ ഷുഗറാന്ന് പറയാറുണ്ട്, റോബസ്റ്റിന് ഇല്ലയെന്ന് അതുവരെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കേൾക്കേണ്ട അതിനുണ്ട്. ആട്ടെ, ഇമാം മാലിക് എന്നവർക്ക് പഴം ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ മദീനയിലൊന്നും വാഴപ്പഴം ഉണ്ടാവില്ല. അപ്പം ലൈത്ത് ഇബ്നു സഅദ് എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരി മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന് പഴം ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ 50 ബഈറ 50 ഒട്ടകപ്പുറത്ത് വാഴക്കൊലകൾ മൂപ്പായത് കൊടുത്തയച്ചു. 50 ഒട്ടക മുഴുവൻ പഴമായിരുന്നു മദീനയിലേക്ക് കൊടുത്തയച്ചു ഈജിപ്തിൽ നിന്ന്. എന്താണെന്നറിയോ, മാലിക് ഇമാമിന് ഇഷ്ടമല്ലേ, ഉസ്താദ് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ, നാട്ടുകാർക്ക് മൊത്തം മദീനക്കാർക്ക് മൊത്തം കൊടുക്കാൻ മാത്രം അതുണ്ടായിരുന്നു എന്നാ ആ പഴം. അങ്ങനെ 50 ഒട്ടകപ്പുറത്ത് ലൈത്ത് ഇബ്നു സഅദ് എന്നവർ ഇമാം മാലിക് എന്നവർക്ക് പഴം കൊടുത്തയച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ഉമ്മ ഒരു മുയലിനെ അറുത്ത് കൊണ്ടുവന്ന ഹബീബിന് കൊടുത്തിട്ടുണ്ട്. നബിയെ, എൻ്റെ സമ്മാനമാണിതെന്ന് പറഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർനബൻ മദ്ബൂഹ, ഒരു മുയലിനെ അറുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു തങ്ങൾക്ക്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു മുയലിൻ്റെ പകുതി നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, ബാക്കി പകുതി ഒരു കഴിച്ചു, വാലിൻ്റെ ഭാഗത്തേക്കുള്ള പകുതി ഹബീബിന് കൊടുത്തു. വരിക അർനബിൻ, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. പിന്നൊരിക്കൽ നബി തങ്ങളിരിക്കുന്ന ഒരു മജ്ലിസിൽ ബനീ ഹിലാൽ ഗോത്രത്തിലെ ഒരു ഉമ്മ ഒരു ഉടുമ്പിനെ കൊണ്ടുപോയി കൊടുത്തു. വരട്ടെ ഉടുമ്പ് തിന്നാൻ പറ്റുമോ ഇല്ലേ എന്ന് വലിയ സംശയമായിരുന്നു. കേൾക്കട്ടെ അല്ലേ. ബനീ ഹിലാലിലെ ഒരു ഉമ്മ പുണ്യനബി തങ്ങൾക്ക് നല്ല മഷ്വി എന്ന് പറഞ്ഞാൽ കനലിലെടുത്ത് ചുട്ടെടുത്തത് എന്നാ നമ്മൾ അൽഫഹം എന്നൊക്കെ പറയില്ലേ. അൽഫഹം എന്ന് പറഞ്ഞാൽ ശരിക്ക് കോൾ എന്നാണ്, നമ്മുടെ കരിക്കാണ് ഈ ഫഹം എന്ന് പറയാം. നമ്മൾ അൽഫാം എന്ന് പറയും, അത് ഫാമല്ല, അൽ ഫഹമാണത്. ഫഹം എന്ന് പറഞ്ഞാൽ കരിയിൽ വെച്ചുണ്ടാക്കുന്ന സാധനമൊന്നും, നമ്മൾ അൽഫാമാക്കി മാറ്റിയത്. അപ്പോൾ മഷ്വി, ഷവായ എന്ന് പറയില്ലേ സൗദിക്കാരൊക്കെ, ഷവായ എന്നറിയാം. മഷ്വി എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്തൊരു ഉടുമ്പിനെ കൊണ്ടുപോയി കൊടുത്തു. അത് ഖുറൈശികൾ തിന്നാത്തതായിരുന്നു. അപ്പോൾ തങ്ങളുടെ മാഇദയിൽ തങ്ങളിരിക്കുന്നിടത്ത് ഉടുമ്പ് ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ കിടക്കുകയാണ്, നല്ല ചുട്ട് ഉഷാറായത്. ഉടുമ്പ് കഴിച്ചവരും ഇവിടെ ഉണ്ടോ? കൈ പൊക്കണോ? പോലീസ് പിടിക്കുമോ? എന്നാ വേണ്ട, കൈ പൊക്കണ്ട. ഞാൻ അതിന് വല്ല കേസും കുൽമാണ്ടി കുൽമാലായിപ്പോയാലേ. അപ്പോൾ ഞാൻ നിന്നിട്ടില്ലേ. പക്ഷേ ഈ സംഭവം ഹബീബിൻ്റെ മുമ്പിൽ ഈ വിഷയം വന്നു. അപ്പം മാനിറച്ചൊക്കെ ഗൾഫിൽ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, ദുബൈയിലൊക്കെ കറാമയിലൊക്കെ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റിലടക്കം മാനിറച്ചി വേണമെന്ന്. ഞാൻ വിചാരിച്ചു, പഠിച്ചോൻ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസ് പിടിച്ച് പൊക്കിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നോക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ ലീഗലി നിയമപ്രകാരം തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഞങ്ങനെ ഉടുമ്പ് ഇമ്പോർട്ടായി കിട്ടുന്ന വല്ല നാടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഹദീസ് ഇങ്ങനെ ഓർത്താൽ മതി. പുണ്യനബി തങ്ങളുടെ മാഇദയിൽ ഇതിങ്ങനെ ഇരിക്കും. ഒരു ബനീ ഹിലാലിലെ ഒരു ഉമ്മ കൊണ്ടുപോയി കൊടുത്തതാ. ഇഷ്ടമില്ലാത്തവർ ഇനി ഇഷ്ടമല്ലാന്ന് ചോദിച്ചാലോ, എനിക്ക് കേൾക്കണ്ട, ആയിക്കോട്ടെ, ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട. അപ്പം ചൈനയിൽ പോയി വന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പുണ്യനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കഴിച്ചില്ല. അപ്പോൾ കൂടെയുള്ള സ്വഹാബികൾ ഒന്നും തൊട്ടില്ല. അവർ വിചാരിച്ചു ഉടുമ്പ് ഹറാമായിട്ടായിരിക്കും, അപ്പോൾ ആരും തൊട്ടില്ല കേട്ടോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതിൽ വളവന്മാരുണ്ടാവുമല്ലോ, ആ ഹറാം നബിയെ, ഇത് ഹറാമാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു, ലാ ലം യകുൻ ഫീ ബിലാദി ഖൗമി ഫഅജ്ദുനി അആഫുഹു. എൻ്റെ നാട്ടുകാർ, മക്കക്കാരായ ഖുറൈശികൾ, അവർ ഉടുമ്പ് തിന്നാറില്ല, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. ഹറാമാണോ? ഹറാമല്ല എന്ന് പറയും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഫജ്തറഹു ഇലൈഹി വഅകലഹു. ഖാലിദ് ബിൻ വലീദ് എന്ന് അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് അതങ്ങ് അടിച്ചു എന്നാ പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു ശരിക്കണ്ട് തിന്നു, ഹറാമല്ലല്ലോ, എന്നാ കിടക്കട്ടെ എന്ന് പറഞ്ഞു. സ്വഹാബിമാർ തിന്നു, തങ്ങൾ തിന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന് ഒരു ഉമ്മ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വലിയൊരു സദ്യ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കണം എന്നല്ല. ചെറിയ നബി തങ്ങൾ പറയുമായിരുന്നു, വല്ലാഹി ലൗ ദുഈതു വലൗ ദുഈതു ഇലാ ഖുറാഇൻ ലഅജബ്തുഹു ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഒരാടിൻ്റെ കാലിൻ്റെ എല്ല്, ഒരു മാംസവുമില്ലാത്ത വെറും എല്ല്,
അതുണ്ടാക്കിയിട്ട് എന്നെ അതിഥിയായി വിളിച്ചാൽ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ വരും കേട്ടോ. എനിക്ക് ഇറച്ചി വേണം, അത് വേണം, അങ്ങനെ ഡിമാൻഡൊന്നുമില്ല, നിങ്ങൾ വെച്ചതൊക്കെ ഞാൻ കഴിച്ചോളാം. എനിക്ക് എല്ലാണെങ്കിൽ പോലും നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിന്നെ തഹാദു തഹാബു, നിങ്ങൾ ഹദിയ കൊടുക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തരട്ടെ. മനസ്സുകൾക്കിടയിലെ വെറുപ്പും വൈരാഗ്യങ്ങളും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു ഇത് മായ്ച്ചു കളയട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സജ്ജനങ്ങളെ ചെന്ന് കാണണം, അവരെ സ്നേഹിക്കണം, സജ്ജനങ്ങൾക്ക് ഹദിയകൾ നൽകണം, പരസ്പര മുഅ്മിനീങ്ങൾ ഹദിയകൾ നൽകണം. അത് നമ്മളെ സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ കാരണമാണ്. മജ്ലിസുകൾ ഉണ്ടാക്കണമെന്നാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കൂട്ടുകാർ, കൂടെ പഠിച്ചവർ ഒരു തിണ്ണയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, എന്തെങ്കിലും കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് എഴുന്നേറ്റ് പോവുക. ഇന്ന് ആ സംഗതിയൊന്നും ഇല്ലല്ലോ. കുറച്ച് CCTV ഉണ്ടാവും എല്ലാ നാട്ടിലും. കുറച്ച് ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കുറച്ച് CCTV, ആ പോണം മുഴുവൻ ആൾക്കാർ സ്കാൻ ചെയ്യുന്നുണ്ടാവും. കുറച്ച് ഒരു 8-10 ആൾക്കാരുണ്ടാവും എല്ലാ നാട്ടിലും. ആ നാട്ടിലെ CCTV അവരായിരിക്കും. ആ നാട്ടിൽ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, എപ്പോൾ വന്നു, എപ്പോൾ പോയി, സർവ്വ വണ്ടിയും ആളൊക്കെ അവരിങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അത് നാട്ടുകാരെ നോക്കി തിന്നാനല്ല, അതല്ല. നമുക്ക് കൂട്ടുകാരായി ഒരുമിച്ചിരുന്ന് കൂടെ പഠിച്ചവർ, കൂടെ കളിച്ചവർ, ഒരു മഹല്ലത്തുകാർ, ഒരു തറവാട്ടുകാർ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തുകാർ ഒരുമിച്ചിരുന്ന് എവിടെയെങ്കിലും, അറബികൾക്ക് അങ്ങനെ ഒരു കൾച്ചറുണ്ട്, മജ്ലിസുകൾ. അവിടെ നിന്ന് നാട്ടുകാരെ വന്നിരിക്കും, ഗാവെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഈത്തപ്പഴം ഉണ്ടാകും, അത് കുടിച്ച് വർത്തമാനം പറഞ്ഞ് സോഷ്യലൈസ് ചെയ്യാം. മനസ്സിന് വലിയ സന്തോഷമായിരിക്കും, നല്ല റാഹത്തായിരിക്കും. അതിന് സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലൊക്കെ സ്നേഹമുണ്ട്. അത് ഗീബത്തിനും നമീമത്തിനുമായിട്ട് മാറ്റരുത് എന്ന് മാത്രം. യാ അല്ലാഹ്, സജ്ജനങ്ങളെ പോയി കാണണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളുടെ സുഹ്ബത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കുന്നാ ഇദാ സദഅത് ഖുലൂബുനാ, മഹാനായ മുആവിയത്ത് ഇബ്നു ഖുറത്തുൽ മുസനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിച്ചാൽ, തുരുമ്പ് ബാധിച്ചാൽ, ഹൃദയം തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാലോ, ഒരു കാലത്ത് നമ്മൾ കുറേ ഖുർആൻ ഓതിയിരുന്നു, ഒരു കാലത്ത് ഞാൻ കുറേ ദിക്ർ ചൊല്ലിയ ആളായിരുന്നു, ഒരു കാലത്ത് കുറേ സ്വതക്ക ചെയ്തിരുന്നു. ഇപ്പം അതൊന്നുമില്ല, പോയി 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 ഇല്ലാതെയായി, ഇപ്പം പറ്റുന്നില്ല. ഇതൊക്കെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കലാണ്. ഖുർആൻ ഓതാൻ പറ്റണില്ല, വെറുതെ സമയം, ഒരു കുഴപ്പമില്ല, വെറുതെ നമ്മളിപ്പോൾ റോഡിലൂടെ പോകുന്നവർ നോക്കി, ഒരൊറ്റ കുട്ടിക്ക് സമയമില്ലാത്ത, ഒരാൾക്കും സമയമില്ല, എല്ലാവരും ധൃതി പിടിച്ചോടുകയാണ്. ഈ പോയിട്ട് പറന്ന് പോയിട്ട് അവിടെ പോയിരുന്ന് ചായ കുടിച്ച് വീഡിയോ വലിച്ചിട്ടായിരിക്കും പോവുക. പക്ഷേ ഈ പോണ പോക്ക് ഈ റോഡിലൊന്നും മെല്ലെ പോകാൻ കഴിയില്ല. എന്തേ? എല്ലാവരും തിരക്ക. എങ്ങോട്ടായി തിരക്കണത്? ഒന്നുമില്ല. അതിൽ ആശുപത്രി പോകുന്നവരുണ്ടാവും, എയർപോർട്ട് പോകുന്നവരുണ്ടായിരിക്കാം, തിരക്കുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ ഇല്ലാത്തവനും തിരക്കാണ്. റോഡിൽ മുഴുവൻ തിരക്കാക്കി, സൈഡ് കൊടുക്കുന്നില്ല, പറപ്പിച്ച് സ്പീഡ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചായം പിടിച്ചിട്ട് സൊറ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ പോയ പോക്കോ ഏതെങ്കിലും ഒരു വണ്ടിക്കിടിച്ചാൽ അവിടെ മയ്യത്തായേനെ. പക്ഷേ ഓടുകയാണ്, തിരക്ക് എന്ന് കാണിച്ച് ഓടുക, ഒരു പണിയില്ല, വെറുതെ പോവുക. ഇത് നമ്മൾ കേരളത്തിലെ ഒരു കൾച്ചർ. നമ്മളറിയട്ടെ, നമ്മുടെ സ്വഭാവം ശരിക്കറിയുന്നത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം അറിയുന്നത് സർട്ടിഫിക്കറ്റിലല്ല, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ സ്വഭാവം എന്താണ്. ചിലവല്ല കണ്ടക്ടർ ബസ് കയറിയ സ്വഭാവം വേറെ, ഭൂമിക്ക് ഇറങ്ങിയ കുപ്പായം മാറ്റിയ നല്ല മനുഷ്യനാണ്. ചിലവർ പോലീസുകാരെ പറ്റി അങ്ങനെ പറയാറുണ്ട് തമാശയായിട്ട്. ഓല കാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും, അത് അയച്ചു വെച്ചാൽ നല്ല മനുഷ്യന്മാർ. പക്ഷേ നമ്മൾ കാക്കിട്ടാലും ഇല്ലെങ്കിലും, യൂണിഫോം ഇട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും നമ്മളാണ്. അതിൻ്റെ ഉദാഹരണം പറയൽ എങ്ങനെയെന്നറിയോ? ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ, ഇവിടെ ഓറഞ്ച് ഒന്നുമില്ലല്ലോ, ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ ആ ഓറഞ്ച് നിങ്ങളിങ്ങനെ തൊലിയൊക്കെ എടുത്തിട്ട് ഒന്ന് മെല്ലെ ഒന്ന് അമർത്തിയാൽ എന്ത് ചെയ്യും? എന്താ ഇന്ന് ഉറ്റു വീഴ? ഓറഞ്ചിൻ്റെ നീര് ഉറ്റൂലേ? ഒന്നും കൂടെ അമർത്തിയാൽ കുറച്ചും കൂടെ കൂടുതൽ ഉറ്റു. നല്ലോണം അമർത്തിയാൽ ശരിക്കും ആ ജ്യൂസ് അങ്ങ് പുറത്ത് വരും അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഈ ഓറഞ്ച് നന്നായിട്ട് അമർത്തിയാൽ അതിന് ആപ്പിളിൻ്റെ ജ്യൂസ് വരുമോ? ഇല്ല. അപ്പം നിങ്ങൾ പറയാണ്, എന്നെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളല്ല. ഈ ഓറഞ്ചിൻ്റെ ഉദാഹരണം ഞാൻ ചോദിക്കുക, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന ഓറഞ്ചിനെ പിടിച്ചമർത്തി, അപ്പം നിങ്ങളുടെ വായിൽ നിന്ന് കുറച്ച് തോന്നിയാസം വന്നു. അത് നിങ്ങളല്ല എന്നാണ് നിങ്ങൾ ഈ പറയണത്. ഓറഞ്ചിൻ്റെ നീരല്ലേ വരുള്ളൂ, ആപ്പിളിൻ്റെ നീര് വരുമോ? അത് നിങ്ങൾ തന്നെയാണ്.
അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ എത്ര പ്രഷർ ചെയ്താലും നിങ്ങൾ എന്താണോ അതേ പുറത്തു വരാൻ പാടുള്ളൂ എന്നത് പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവം നമ്മളെ നിയന്ത്രിക്കണം. ആ സ്വഭാവം നമ്മളെ എത്ര പ്രഷറൈസ് ചെയ്താലും എത്ര ആളുകൾ കളിയാക്കി പരിഹസിച്ചാലും നമ്മളിൽ നിന്ന് വരുന്ന വാക്കും പ്രവൃത്തിയും അതാണ് നമ്മൾ. ഇന്നെ അങ്ങനെ ആക്കിയോണ്ട് ഞാൻ പറഞ്ഞതാ, എന്നാലും ആ പറഞ്ഞത് നിങ്ങളാ, അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഓറഞ്ചിൽ നിന്ന് ഓറഞ്ചേ വരാൻ പറ്റൂ, ആപ്പിളിൽ നിന്ന് ആപ്പിളേ കിട്ടൂ. അതുകൊണ്ട് ഇന്നെ നെക്കിയതുകൊണ്ട് ഇങ്ങനെ വന്നോന്ന് പറയരുതെന്നാ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സൽസ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. കുന്നാ ഇദാ സദഅത് ഖുലൂബുനാ, ഞങ്ങളുടെ ഹൃദയത്തിന് കറ പിടിച്ചാൽ, ദഹബിനാ ഇലൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ, മഹാനായ ഹസൻ ഇബ്നു അബിൽ ഹസൻ തങ്ങളുടെ മജ്ലിസിലേക്ക് ഞങ്ങൾ ചെല്ലും. ഫനജ്ലിസു ഫീ മജ്ലിസിഹി ഫനത്തഇലു, അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നല്ല വർത്തമാനങ്ങൾ കേൾക്കും. വനസ്ദാദു ഈമാനാ, ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. നമുക്ക് എന്തെങ്കിലും മനസ്സിനൊരു ഉന്മേഷക്കുറവ്, ഇബാദത്തിനൊരു ഉന്മേഷക്കുറവ്, നല്ല മനുഷ്യരെ അവരുടെ വഅദ്, അവരുടെ പ്രഭാഷണം, അവരുടെ മജ്ലിസ്, അവരുടെ ദിക്ർ, അവരുടെ സ്വലാത്ത്. ഇവിടെ 10-13 വർഷമായിട്ട് സഹോദരിമാർക്ക് ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് കേട്ടു അല്ലേ? 13 വർഷമായിട്ട് മാഷാ അല്ലാഹ്. അവരെന്തോ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ, കസേര 30,000 രൂപ. മാഷാ അല്ലാഹ്, 30,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ 4,00,000 മുകളിലായില്ലേ? നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ആ സഹോദരിമാർ ഇവിടെ സംഭാവന ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, പടച്ചോനത് കബൂലാക്കട്ടെ. വലിയൊരു സംഭവമല്ലേ? അതിൻ്റെയൊക്കെ ഓരോരോ പുതിയാപ്പിളാർക്കും കിട്ടൂലേ അല്ലേ? 30,000-ൽ കുറച്ചൊക്കെ വലിയൊരു ഭാഗം പുതിയാപ്പിളാർക്കുള്ളതാണ് കൂലി. ആമീൻ പറഞ്ഞോളും കൂട്ടരെ, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണത്. ആമീൻ. അപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കട്ടെ. കാരണം അതെന്തായാലും നിങ്ങളുടെ നിന്ന് കിട്ടണല്ലേ കുറച്ചൊക്കെ നല്ല കയ്യിലുണ്ടാവുള്ളൂ. അൽഹംദുലില്ലാ, അവർക്കൊക്കെ നല്ല ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹുവിനെയും അവസരങ്ങൾ നൽകട്ടെ. അപ്പം അതുപോലെയുള്ള മജ്ലിസിൽ പോയിരിക്കുക, നല്ല മജ്ലിസിൽ ചെന്നിരിക്കുമ്പോൾ നല്ലത് കേൾക്കും, കുറേ നല്ല ചിന്തകൾ വരും. അതൊരു എനർജിയാണ്. ആ എനർജിയിൽ നമുക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ഈമാൻ നിലനിർത്താൻ ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ അബൂ തുഫൈൽ ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും അവസാനം മരിച്ച സ്വഹാബിയാണിത്. ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബികളിൽ 1,24,000 സ്വഹാബികൾ തന്നെ, അല്ല 23,000 ഹജ്ജിന് വന്നു ഹബീബിന്റെ കൂടെ. വേറെ ഒരുപാട് സ്വഹാബിമാർ വേറെയും. ഈ സ്വഹാബിമാരിൽ ലോകത്തവസാനം മരണപ്പെട്ട സ്വഹാബി എന്ന് പറയുന്നത് ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ പറയാണ്, ഞങ്ങള് കുന്നാ നജീഉ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുകയും തഫ്സീർ ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായി മാറിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അരികത്തേക്ക് ഞങ്ങൾ ചെല്ലും. ഫയുക്സിബുനാ നൂറാ, ആ മഹാന്റെ മജ്ലിസിൽ പോയിരുന്നാൽ ഞങ്ങൾക്ക് പ്രകാശം കിട്ടുമായിരുന്നു. വയക്സിബുനാ ഇൽമൻ വയുഹ്ദീനാ, ഞങ്ങൾക്ക് ഇൽമു കിട്ടും, പോരുമ്പോൾ മഹാന്റെ വക ചോറും കിട്ടും. ഇബ്നു അബ്ബാസ് അങ്ങനെയാ, ഒരു മുദരിസാണ്. മുദരിസ് മുതഅല്ലിമീങ്ങൾക്ക് പൈസ കൊടുത്തിരുന്ന മുദരിസ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുതലാളിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, മുദരിസുമാണ്. എല്ലാ മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണം വസ്ത്രം മഹാന്റെ വകയാണ്. അങ്ങനെയൊക്കെയാണ് കമ്മിറ്റിക്കാർ രക്ഷപ്പെട്ടേനല്ലേ. മുദരിസ് തന്നെ കൊടുക്കുക കുട്ടികൾക്ക് ഭക്ഷണം. അതൊക്കെ നമ്മളൊരു വീട്ടിൽ ഏറ്റെടുക്കുമോ, ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഉസ്താദ്മാർ നടക്കല്. പക്ഷെ അതൊരു വല്ലാത്ത ബർക്കത്തായിരുന്നു കേട്ടോ. അതിൻ്റെതായ ചില ഖൈറും ഷർറൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ഒരു മുത്തഅല്ലിം വന്ന്, നമ്മുടെ പള്ളികളിലൊക്കെ എപ്പോഴും ജമാഅത്തിന് തലപ്പാവ് ധരിച്ച മക്കൾ മഅ്മൂമായിട്ട് നിൽക്കാനും ഇമാമത്ത് നിൽക്കാനും ഒക്കെ ഉണ്ടാവുക, അതൊരു നാടിൻ്റെ ഐശ്വര്യമാണ്, അതൊരു ബർക്കത്താണ്. നമ്മൾ പറഞ്ഞു ക്യാൻറ്റീൻ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ഒരല്പം കൊടുക്കുക, അതിൻ്റെ ബർക്കത്ത് വേറെയാണ്. അള്ളാഹു അത്തരം നന്മകൾ ചെയ്ത് ഒരുപാട് വീടുകളുണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു ഖൈറ് ചെയ്യട്ടെ. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൊടുത്തേനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവർക്കും അള്ളാഹു അതിൻ്റെ കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫയുക്സിബുനാ നൂറൻ വയുക്സിബുനാ ഇൽമൻ വയുഹ്ദീനാ, ഞങ്ങൾക്ക് ഇൽമു തരും, ഞങ്ങൾക്ക് പ്രകാശം തരും, ഞങ്ങളുടെ കയ്യിൽ സമ്മാനവും തരും. വലാ യസാലു ഉബൈദില്ലാഹി ഇബ്നു അബ്ബാസിൻ, ഉബൈദില്ല
മർതഅതൻ ജിഫാനുഹു മത്അമൻ ളൈഫൻ വമിസ്കീനാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പ്രകാശം തരും ഞങ്ങൾക്ക്, ഖൽബിന് ഈമാൻ തരും, ഇൽമ് തരും, ഞങ്ങൾക്ക് സമ്മാനവും തരും. എന്നാൽ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നവരുടെ സഹോദരൻ ഉബൈദുല്ലാഹി ഇബ്നു അബ്ബാസ് അവരാണെങ്കിലോ നിറയെ പാത്രങ്ങളിൽ ഭക്ഷണം നിറച്ചു തരും, അതിഥികളെ സൽക്കരിക്കും. വല്ലാത്തൊരു കുടുംബമാണ് അബ്ബാസ് എന്നവരുടെ കുടുംബം. ആ രണ്ട് മക്കളും അങ്ങനെയാണെന്ന്. അവരിൽ മൂന്നാമത്തെ മോനുണ്ട്. ആ മോൻ കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിലാണ്. മഹാനായ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ മുഖം അതുപോലെ മുഖമുണ്ടായിരുന്ന സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ് അദ്ദേഹം, മഹാനായ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഷാഹി സിന്ദ എന്ന് പറയുന്ന ഒരു വലിയൊരു ഖബർസ്ഥാനുണ്ട് സമർഖന്ദിൽ. ഞാൻ പോയിട്ടുണ്ട്, പോയൊരു വേറെ ഉണ്ടായിരിക്കും. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവിടെയാണ്, ബുഖാരി ഇമാമിൻ്റെ മഖാം അവിടെയാണ്, സമർഖന്ദിലാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഇൻഷാ അല്ലാഹ്. ഖുസം ഇബ്നു അബ്ബാസ് എന്നവർ അവിടെയാണ് റളിയല്ലാഹു അൻഹു. ഈ ഇബ്നു അബ്ബാസ് എന്നവരുടെ മറ്റൊരു സഹോദരൻ അഷ്ബഹത ഖൽഖി വഖുലുഖി, അദ്ദേഹത്തിൻ്റെ മഖാമിൻ്റെ മുകളിൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഖുസമേ, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സ്വഭാവവും എൻ്റേതുപോലെയാണല്ലോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാന്മാർ പറയാണ്, അബൂ തുഫൈൽ ആമിർ ഇബ്നു വാസില എന്ന സ്വഹാബികളിൽ അവസാന വഫാത്തായ സ്വഹാബി മഹാൻ പറയാണ്, ഞങ്ങളൊക്കെ ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മടിയൊക്കെ തോന്നുമ്പോൾ ഇബ്നു അബ്ബാസ് എന്നവരുടെ മജ്ലിസ് നോക്കി പോകും. അപ്പോൾ ഇപ്പുറത്തെ സഹോദരൻ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ടാവും. ഇൽമും നൂറും മനസ്സിൽ കിട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ അങ്ങനെയായിരുന്നു വരാറുണ്ടായിരുന്നത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ രണ്ട് മക്കളെക്കുറിച്ച്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളെ കണ്ടുമുട്ടാൻ, അവരോട് സലാം പറയാൻ, അവരുടെ കൈപിടിക്കാൻ, അവരോട് ദുആ അർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സജ്ജനങ്ങളെ സ്നേഹിക്കുക, സജ്ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരോട് മനസ്സിൽ മഹബ്ബത്തുണ്ടാവുക. അത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തിലൂടെ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞ സമയം എത്തിക്കഴിഞ്ഞു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കാലം. മഹാനവറുകൾ പ്രിൻസാൻ, രാജകുമാരനാണ്, പക്ഷേ അള്ളാഹിൻ്റെ വലിയായി മാറി. 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ് ബി ഇജ്മാഇൽ ഉലമ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ ഷാമിലെ ഖനാസ്വിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അങ്ങനെ നമ്മുടെ ചെക്കന്മാരുണ്ടല്ലോ ബൈക്കിലൊക്കെ ഒരു പ്രത്യേകതരം ഹെയർ സ്റ്റൈൽ, ഒരു കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ആ ഇതുവരെയുള്ള ബനിയനൊക്കെ ഇട്ട മസിലൊക്കെ കാണിച്ച് ഇങ്ങനെ രണ്ട് പിടുത്തൊക്കെ പിടിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഒരു ഞാനിപ്പോൾ എന്തോ വലിയ സംഭവമാണ് എന്ന് ചെറുപ്രായത്തിൽ തോന്നുന്ന, അവർക്ക് തന്നെ പിടുത്തം കിട്ടാത്തൊരു പ്രായമാണത്. അവർക്ക് തന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. അതാണ് യൗവനം. അങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മഹാനവറുകൾ, യാ ബുനൈ, ഒരു മഹാൻ വന്ന് പറഞ്ഞതാണ്, യാ ബുനൈ, എൻ്റെ മോനെ. അവർ 10-20 വയസ്സുള്ള ചെറുപ്പക്കാരനോടായി പറയുന്നത്, ഇന്ന അമാമക അഖബ, മോനെ നിന്റെ മുമ്പിൽ മറികടക്കാൻ കഴിയാത്ത വലിയ വലിയ തടസ്സങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ. ലാ യഖ്തഉഹാ ഇല്ലാ കുല്ലു ളാമിരിൻ മഹ്സൂൽ. ഇങ്ങനെ മസിലും തടിയൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കല്ലേ, മെലിഞ്ഞു ഉണങ്ങിയ ആളുകൾക്ക് ആ കടമ്പകൾ മറികടക്കാൻ കഴിയുള്ളൂ മോനെ. ഇത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ചെറുപ്പക്കാർ മൂപ്പരോട് പറഞ്ഞു, ഇങ്ങോട്ട് ചോദിച്ച് വിളിച്ചതൊന്നല്ല, ഇദ്ദേഹം കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേലും കോലും ഭാവമൊക്കെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വലിയായിരിക്കാം, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ തലയിലേക്ക് അത് കയറി. ആ ചിന്ത മഹാൻ താലോലിച്ച് കൊണ്ടുവന്നു. എന്തായിരിക്കും ഇയാൾ പറഞ്ഞത്? എനിക്ക് ആ കടമ്പകൾ കടന്ന് സ്വർഗത്തിലെത്താൻ കഴിയില്ല എന്നാണോ? അബ്ദുൽ മലിക് ഇബ്നു മർവാനിൻ്റെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ അമ്മോഷൻ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അളിയന്മാർ 3 ആൾ ഖലീഫമാരാണ് ആയിരുന്നു. ഇങ്ങനത്തെ വലിയ മഹാൻ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവിടെ നിന്നാണ് മഹാന്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇതേ മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ കണ്ടു. പറഞ്ഞു, അഹദീ ബിക ബിൽ ഖനാസിറ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മോനെ ഞാൻ നിന്നെ ഷാമിലെ ഇന്നത്തെ സിറിയയിലെ
ഖനാസുറയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു മോനെ. അന്ന് നിന്റെ മുഖം വെളുത്ത് തുടുത്ത് വെളുത്ത് പാറയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഭയങ്കര മൊഞ്ചനായി നീ നിൽക്കുന്നൊരു സമയമായിരുന്നല്ലേ. വഫിറാഷുക വത്തി, നല്ല ലക്ഷറിയിലും ആഡംബരത്തിലും നീ ജീവിക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ നിന്നെ കണ്ടത് ഓർമ്മണ്ടോ എന്ന് പറഞ്ഞു. ഖാല നഅം, എനിക്ക് ഓർമ്മയുണ്ട് ശൈഖ് അവറുകളെ. മുൻദു സമിഅ്തു മിൻക തിൽകൽ കലിമ വഅന അസ്ആ ലിഖത്ഇ തിൽകൽ അഖബ, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് മുതൽ ആ വഴിതടസ്സങ്ങളെ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ, ഖിയാമത്തിന്റെ മുമ്പ് സിറാത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യനെ പിടിച്ചു വലിക്കുന്ന അഖബകളുണ്ട്. ആ അഖബകളെ മറികടക്കാൻ അല്പം അധ്വാനിക്കുന്നവർക്കേ കഴിയൂ മോനെ. ഈ ലക്ഷറിയിൽ ഇങ്ങനെ നടന്നാൽ നിന്നെ കൊണ്ട് കഴിയൂല മോനെ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിടം മുതൽ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഹാനവറുകളെ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും പ്രത്യക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കാം, പക്ഷെ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട. അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഇബാദത്തിലേക്ക്, നമ്മുടെ കർമ്മങ്ങളിലേക്ക് വെളിച്ചം കയറി വരണം. ഷഅബാൻ ഇപ്പോഴത്തിന് നമ്മുടെ ലൈലത്തുൽ ബറാ വരും. അതെപ്പോഴേക്കും റമദാനാകും. റമദാനാകുമ്പോഴേക്കും 17 ബദരീങ്ങളാണ്ട് വരും. അപ്പോഴേക്കും 27 വരും. റമദാൻ തീരും. ഇങ്ങനെ ഓടുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒരു അവസരം നമുക്ക് ഈ വർഷം കൂടെ റമദാൻ തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പാപങ്ങൾ കഴുകി ശുദ്ധിയായി നല്ലവരായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് തിരിച്ചു നടക്കണം. ഈ നിമിഷം മുതൽ നമ്മളതിനെ തയ്യാറെടുക്കുക. നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ നോമ്പിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും വരല്ലേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നല്ലവരാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യുകയാണ്. ഇന്നലെ ബഷീർ ഫൈസി അവറുകളുടെ പ്രഭാഷണം നടത്തി അല്പം സമയം വൈകിയതിൻ്റെ പേരിൽ ദീർഘമായൊരു ദുആ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ സംഘാടകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്തകല ജമീഅത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ്. ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ മംഗലാപുരത്ത് നമ്മുടെ കാസർഗോഡ് കുനിയ നഗരിയിൽ വെച്ച് ഇൻഷാ അള്ളാഹ് നമ്മുടെയൊക്കെ സാന്നിധ്യവും നമ്മുടെയൊക്കെ എല്ലാ തരത്തിലുമുള്ള സഹായവും ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാവണം. അത് സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ച ഒരു മഹാപ്രസ്ഥാനമാണ്. അതിൻ്റെ നിലനിൽപ്പ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ നിലനിൽപ്പാണ്. അതിൻ്റെ അഹ്ലുകാരായ എല്ലാവർക്കും, അതിൻ്റെ ഗുണകാംക്ഷികളും സഹകാരികളുമായവർക്ക്, അതിൻ്റെ നേതാക്കന്മാരായ ഉസ്താദുമാർ, സയ്യിദന്മാർ, അതുപോലെ ഉമറാക്കൾ, എല്ലാവരുടെയും ദീർഘായുസ്സിനും ആഫിയത്തിനും സലാമത്തിനും വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. സമസ്തകല ജമീഅത്തുൽ ഉലമ അജയ്യമായി നിലനിൽക്കണം. ബഹുമാന്യരായ പാണക്കാട് സാദാത്യങ്ങൾ, അവരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും മതേതര ഇന്ത്യക്ക്, കേരളീയ മുസ്ലിമീങ്ങൾക്ക്, ഭാരതത്തിലെ മുസ്ലിമീങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്, അല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ പരാതികളും വേവലാതികളും ദുഃഖവും കഥനഭാരവും ഇറക്കി വെച്ച് ജനങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറന്നു വെച്ച് പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ സങ്കടം കേൾക്കാൻ വേണ്ടി തുറന്നു വെക്കുന്ന വീടുകളാണ് പാണക്കാട് വീടുകൾ. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ സേവനം, അവർ സമൂഹത്തിന് വേണ്ടി സ്വന്തം കുടുംബവും മക്കളെയും അവർക്ക് വേണ്ടി ഒരു നിമിഷം, ഒരു ദിവസം പോലും സ്വന്തം മക്കളുടെ കൂടെ വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഓടി 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 നമ്മുടെ നാടായ നാടുകളിലൂടെ ചെറുതും വലുതുമായ പരിപാടികളിലും, നമ്മുടെ മസ്ജിദുകൾ, നമ്മുടെ യോഗങ്ങൾ, നമ്മുടെ സമ്മേളനങ്ങൾ, നമ്മുടെ പൊതുപരിപാടികൾ, ഇതിനു വേണ്ടിയൊക്കെ ഓടുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു കുടുംബത്തിന് ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു അതുപോലെ എല്ലാ ഉമറാക്കൾക്കും, ദീനിൻ്റെ ഖാദിമീങ്ങളായ സാധാരണക്കാരും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും മുദർരിസീങ്ങളും മദ്രസ മുഅല്ലിമീങ്ങളും ഒക്കെയായിട്ടുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ പള്ളിയും മദ്രസകളും ഒക്കെ ഇതുപോലെ മനോഹരമായി പൊങ്ങി വരാൻ സഹായിച്ച കാതിലെയും കയ്യിലെ വളയും മോതിരവും മാലയും ഒക്കെ കൊടുത്ത് നമ്മുടെ ഉമ്മമാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത സേവനങ്ങൾ, നാണയത്തുട്ടുകൾ ബക്കറ്റുകൾ ഇട്ടുകൊടുത്തത് നമ്മുടെ ഉപ്പമാർ ചെയ്ത സേവനങ്ങൾ, പള്ളിക്ക് വേണ്ടി തേങ്ങയും അരിയും കൊടുത്തത്, പള്ളിക്ക് വേണ്ടി സേവനം ചെയ്ത് വഖഫ് ചെയ്തു കൊടുത്തത്, ഇതൊന്നും നമുക്ക് മടക്കാൻ കഴിയില്ല. നമ്മുടെ പള്ളികളുടെ പുനരുദ്ധാരണം വരുമ്പോൾ മണലും സിമെൻറ്റും കമ്പിയും ഒക്കെയായി സംഭാവനകൾ ചെയ്തത്, അതിൻ്റെ ദൈനംദിനേനയുള്ള മുന്നോട്ടുള്ള യാത്രക്ക് വേണ്ട പൈസകൾ സ്വരൂപിക്കുന്നത്, ഇതിനൊക്കെ ഒരുപാട് നമ്മൾ പേരറിയാത്ത സാധുക്കൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാണും, മുതലാളിമാർ കാണും. അള്ളാഹു അവർക്കൊക്കെ
രണ്ട് ലോകത്തിൻ്റെയും ഖൈർ നൽകട്ടെ. ഇതിൽ മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി മഹാനായ ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ് അവറുകൾ വളരെ പ്രയാസത്തിൽ രോഗശയ്യയിൽ കിടക്കുകയാണ്. വളരെ അവശരായി വല്ലാത്തൊരവസ്ഥയിലാണ്. അല്ലാഹു മഹാനവറുകൾക്ക് ആയുസ്സും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. രോഗശമനം അല്ലാഹു നൽകട്ടെ. അല്ലാഹു മഹാനവർക്ക് സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകം ദുആ ചെയ്യാം. മുക്കം മൊയ്മോൻ ഹാജി, നമ്മൾ ആലോചിക്കണം, യത്തീംഖാനകളൊക്കെ ഉണ്ടെങ്കിലും അവകളുടെയൊക്കെ മാതൃ യത്തീംഖാനകളായി അറിയപ്പെടുന്ന കൊടുവള്ളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുക്കത്തെയും യത്തീംഖാനകൾ മറക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയൊക്കെ അതുപോലെ തന്നെ വയനാടിലെ മുട്ടിൽ യത്തീംഖാന ജമാൽ സാഹിബ് അവറുകൾ, മർഹൂം ജമാൽ സാഹിബിന് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അദ്ദേഹം വലിയ ഭാഗ്യവാനാണ്, വലിയ ഭാഗ്യവാൻ. അതുപോലൊരു ഭാഗ്യവാൻ ഇവിടെ മുക്കത്തുണ്ട്, മഹാനായ മൊയ്മോൻ ഹാജി അവറുകൾ. അദ്ദേഹവും വാർദ്ധക്യ സംബന്ധമായ സുഖത്തിലാണ്. യതീമക്കളെ നോക്കി അങ്ങനെ അവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു സമ്പാദ്യം മാറ്റിവെച്ചൊരു മഹാൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെ പറ്റി നല്ലത് പറയും, ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ഉണ്ടൂല. ജീവിച്ചിരിക്കുമ്പം പറയാത്തത് മരിച്ചിട്ട് എന്തിനാ പറയണേ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ നന്മ പറയണം, ആ മനുഷ്യനെ നമ്മൾ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി മദ്ഹ് ചെയ്യണം, അവരെ നമ്മൾ ഓർക്കണം. ഒരുപാട് ആളുകൾക്ക്, നാടുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചില വ്യക്തികളിലൂടെ അല്ലാഹു ചെയ്യും. അങ്ങനെ ഭാഗ്യം കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തആല നന്മകൾക്ക് മുഴുവൻ നിമിത്തമായ എല്ലാവരെയും, നമ്മുടെ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരെയും, നമ്മളുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾ, എല്ലാ നാടുകളിലുമുള്ള ലോകരാജ്യങ്ങളിൽ കിടക്കുന്ന വിശ്വാസിനികൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായ നാടാക്കി തരട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനം എന്ന് നിലനിർത്തി തരട്ടെ. നമ്മുടെ നാടിനെ അമ്നും അമാനിലും അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ദുആ ഇറക്കാൻ വേണ്ടി ഒരുപാട് വസിയത്തുകളുണ്ട്, എല്ലാം വായിക്കാൻ സമയമില്ല, നമ്മൾ ചുരുക്കി. ഒരു സഹോദരി, അവരുടെ ഉമ്മാക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അല്ലാഹു ആ ഉമ്മാക്ക് ശിഫ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. വേദനക്ക് അല്ലാഹു ശമനം നൽകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ട്, റിയാസ് എന്ന് പറയുന്ന സുഹൃത്ത്, പപ്പിനിശ്ശേരി. അതുപോലെ ശരീരമാസകലം വേദന കൊണ്ട് പൊളയുകയാണ്. റൂഹിനെ പിടിക്കാൻ ദ്വാരക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ 30-35 വയസ്സായിട്ടുള്ളൂ. 2 വർഷം മുമ്പ് വരെ ഓടിച്ചാടി നടന്ന ചെറുപ്പക്കാരൻ 2 കാലും പ്രയാസത്തിലായി, കിടപ്പിലായി, വേദന കൊണ്ട് പൊളയുകയാണ്. അല്ലാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ പടച്ചോനെ, ശിഫ കൊടുക്കണേ പടച്ചോനെ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരു സഹോദരി, 25 വയസ്സുള്ള സഹോദരി, കാലിന് സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു പ്രയാസത്തിലാണ്. അല്ലാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ പടച്ചവനെ. ക്രിയാറ്റിൻ കൂടിയിട്ടൊരു സുഹൃത്തിന് പ്രയാസമുണ്ട്. അല്ലാഹുവേ, നീ ആ സുഹൃത്തിന് ഡയാലിസിസ് ഇല്ലാതെ തന്നെ പടച്ചവനക്ക് ശിഫ നൽകാമല്ലോ റബ്ബേ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. വീട്ടിൽ പ്രശ്നങ്ങളുള്ളവർ, ശരീരത്തിന് അസുഖമുള്ളവർ, വീട്ടിൽ നിന്നും വല്ലവരും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാനൊക്കെ വസിയത്തുകളുണ്ട്. പിന്നെ സംസാരശേഷി കുറവാണ് ഒരു കുഞ്ഞിന് എന്ന് പറഞ്ഞൊരു മോന്, അല്ലാഹു കുഞ്ഞിന് അത്ഭുതകരമായി സംസാരശേഷി നൽകി അനുഗ്രഹിക്കട്ടെ. +2 പഠിക്കുന്ന മക്കൾ, 10th പഠിക്കുന്നവർ, മദ്രസയിലെ പൊതുപരീക്ഷയ്ക്ക് ഇരിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഉന്നത പഠനം, ഉന്നത വിജയം അല്ലാഹു നൽകട്ടെ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും, അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷംസുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി ഉണ്ട് കുറ്റിക്കാട്ടൂർ, നമ്മുടെ തൊട്ടടുത്തുള്ള. അവിടെയും അടക്കം നമ്മുടെ കൂനഞ്ചേരിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ മക്കൾക്ക് അഡ്മിഷൻ ആരംഭിക്കുന്ന സമയമായി. റമദാൻ 20 ആകുമ്പോഴേക്കും അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കളിൽ പൊതുപരീക്ഷ മദ്രസ 5ാം ക്ലാസ് എഴുതുന്ന ആൺകുട്ടികൾ, അവർക്ക് ദാറുൽ ഹുദയിലും പെൺകുട്ടികൾക്ക് സഹറവിയ കോഴ്സിലും പഠിക്കാൻ സൗകര്യമുണ്ട്. 12 വയസ്സ് തികയാത്ത 5ാം ക്ലാസ് മദ്രസ പാസ്സായ കുട്ടികൾ, അവർക്ക് ദാറുൽ ഹുദയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഷംസുൽ ഹുദയിൽ പോയാൽ അവിടെ നേരിട്ടോ അപേക്ഷിക്കാം. ഇവിടെ കുട്ടികൾ എക്സാമിനിരുത്തണം. 12 വർഷം ഫ്രീ ആയിട്ട് ഭൗതികവും ദീനീപരവുമായ വിദ്യാഭ്യാസം നൽകി പണ്ഡിതരാക്കി മാറ്റിയെടുക്കുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നമ്മളുണ്ടാവണം. കേരളത്തിൽ മാത്രമല്ല, ബംഗാളിലും ആസാമിലും ബീഹാറിലും യുപിയിലും കശ്മീരിലടക്കം ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ, നമ്മുടെ മലയാളികളായ ഹുദവി ഉസ്താദുമാർ അവിടുത്തെ ഭാഷയിൽ, അസാമി ഭാഷയിലും ബോംബെയിൽ മറാഠി ഭാഷയിലും ബംഗാളി ഭാഷയിലുമൊക്കെ ആ മക്കൾക്ക് ദീൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതൊക്കെ വലിയ വലിയ സംവിധാനങ്ങളാണ്. നമ്മൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ റമദാനിൽ തആവുൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടക്കാറുണ്ട്. അതിലടക്കം നമ്മുടെയൊക്കെ സംഭാവനകളൊക്കെ നൽകി നിങ്ങൾ ദീനിൻ്റെ ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കണം എന്ന പ്രത്യേകം ദാൽഹുദയുടെ സന്തതി എന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സഹചാരിയിലേക്ക് സംഭാവനകൾ നിങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ഖൈർ നൽകട്ടെ. ഈമാൻ നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ദുആക്കാൻ വസിയത്തുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് വിഷമത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. കരിവേറ്റിപ്പറമ്പ് യൂസഫ് മുസ്ലിയാർ സുഖമില്ലാതെ വിഷമത്തിന് അള്ളാഹുർക്ക് സലാമത്ത് നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തുതാ റബ്ബേ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങളിന്ന് സംഭവിച്ചു പോയ ബോധത്തിലും തമാശയിലും എല്ലാ നിലക്കും സംഭവിച്ച ഞങ്ങൾ മറന്നുപോയ തെറ്റുകളടക്കം അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈ ഷഅബാനിൻ്റെ രാവിൽ നിൻ്റെ മഗ്ഫിറത്ത് വിധിക്കണേ തമ്പുരാനെ. നരകമോചനം വിധിക്കണേ പടച്ചവനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇൽമ പഠിക്കാൻ സഹായിച്ചവർ, ദീനിൻ്റെ സഹകാരികളായവർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഈ സദസ്സിലിരിക്കുന്ന രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഈ പരിപാടി ലൈവ് വീക്ഷിക്കുന്നവർ, പിന്നീട് വീക്ഷിക്കുന്നവർ, ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ രോഗികളായവർ, അള്ളാഹു നിനക്ക് വളരെ പെട്ടെന്ന് ശിഫ നൽകാൻ കഴിയുമല്ലോ റബ്ബേ. നീ ശിഫയാക്കണേ പടച്ചവനെ. വലിയ വലിയ അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. വലിയ വലിയ അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. വേദന സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മക്കൾ, കുടുംബം, ഭാര്യ, സന്തതികൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവർ, കൂടെ ജോലി ചെയ്യുന്നവർ, ദീനിൻ്റെ പേരിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ദീനിൻ്റെ പരിപാടികൾ സംഘടിപ്പിച്ച സംഘാടകർ, അതിൻ്റെ വളണ്ടിയർമാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ വലിയൊരു സൗഹൃദ ബന്ധമുണ്ട് റബ്ബേ ഞങ്ങൾക്ക്. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും പടച്ചവനെ ഖൈറായത് ദുനിയാവിലും ആഖിറത്തിലും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാ ഷർറുകളിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ട അനുബന്ധ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഐനിൻ്റെയും സെഹറിൻ്റെയും ശൈത്വാനിയത്തിൻ്റെയും സമാവിയായ അസുഖങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നമ്മുടെ മക്കളെ നീ കാത്തുകൊള്ളണേ റബ്ബേ. പഠിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല അറിവും ഇൽമും അദബും നൽകണേ അല്ലാഹ്. പഠനം കഴിഞ്ഞവർക്ക് ഉന്നത പഠനവും, ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ മഈശത്തും നൽകണേ പടച്ചവനെ. വിവാഹം ആലോചിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണേ പടച്ചവനെ. ഖൈറായ ഇണകളെ നൽകണേ റബ്ബേ. മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. നീ മക്കളെ കൊടുത്തവർക്ക് ആ മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിൽ പ്രായപൂർത്തിയെത്തിയവർക്ക് യോജിച്ച വധൂവരന്മാരെ നീ നൽകണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഖൈറായി വീട് നൽകണേ റബ്ബേ. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് നിനക്കൊരു പ്രയാസമല്ലല്ലോ പടച്ചവനെ. എത്ര വിലവർധനവുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിൻ്റെ ഫത്ഹ് സംഭവിച്ചാൽ അത് എളുപ്പമാണ്. അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടവർക്ക് വീട് നൽകണേ റബ്ബേ. വീട് പണി കഴിഞ്ഞവർക്ക്, സ്വന്തമായി വീടുള്ളവർക്ക് ആ വീടിൽ ബറക്കത്തും സന്തോഷവും സലാമത്തും സന്തോഷവും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. പിണങ്ങിക്കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അവർ നന്നാവലും ഒരുമിച്ച് ജീവിക്കലുമാണ് ഖൈറെങ്കിൽ ആ പിണക്കം നീ മാറ്റി നന്നാക്കി അവരുടെ കുടുംബത്തിലേക്ക് ചേർത്ത് ഒരുമിച്ച് നിർത്തണേ പടച്ചവനെ. അതല്ല അവർ പിരിയലാണ് ഖൈറെങ്കിൽ അള്ളാഹു രണ്ടുപേർക്കും ഖൈറായ ജീവിതം കൊടുക്കണേ തമ്പുരാനെ. റഹ്മറാഹിമായ റബ്ബേ, ഞങ്ങളുടെ കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ. ജോലി ചെയ്യുന്നവർക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ. പ്രവാസികൾക്ക് ഖൈർ ചെയ്യണേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകുന്ന നന്മകളിൽ നിനക്ക് സംഭാവനകളും സ്വതക്കയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ഖൽബിലേക്ക് ഈമാൻ നൽകണേ റബ്ബേ. ഹൃദയത്തിന് വെളിച്ചം നൽകണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ വാക്കുകളെ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അമലുകളെ നന്നാക്കി തരണേ പടച്ചവനെ. നിന്നെ ഹബ്ബ് വെക്കുന്ന സ്നേഹം നൽകണേ പടച്ചവൻ. നിന്നെ സ്നേഹിക്കുന്ന ഖൽബ് നൽകണേ പടച്ചവൻ. ഹബീബിനെ സ്നേഹിക്കുന്ന ഖൽബ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്ന ഇബാദുക ദുഅഫാഉൽ മുഖസ്സിറൂൻ. ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല റബ്ബേ, നീ തരാൻ കഴിയുന്നവനാണ്. ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ പോലും അറിയില്ല റബ്ബേ, നീ ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ അറിയുന്നവനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ടും ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകണേ തമ്പുരാനെ. റഹ്മുറാഹിമേ, അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ അജയ്യമായി നിലനിർത്തണേ തമ്പുരാനെ. സമസ്തയിലെ ജമീഅത്തുൽ ഉലമ, മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങൾ,
നാട്ടിലെ ഉമറാക്കൽ, ദീനിൻ്റെ സംവിധാനങ്ങൾ, മദ്രസകൾ, പള്ളികൾ, മആഹിദുകൾ, കോളേജുകൾ എല്ലാറ്റിനെയും അള്ളാഹു നിൻ്റെ സംരക്ഷണത്തിലാക്കണേ പടച്ചവനെ. അള്ളാഹു എല്ലാവർക്കും നിൻ്റെ ബറക്കത്തിൻ്റെ റഹ്മത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരണേ പടച്ചവനെ. ഈ ശഅബാൻ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണേ റബ്ബേ. റമളാനിൽ ഞങ്ങളിലേക്ക് എത്തിക്കണേ പടച്ചവനെ. ഈമാൻ സലാമത്തായി മരണപ്പെടുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഉംറയും ഹജ്ജും ചെയ്യാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അടുത്ത വർഷത്തെ ഹജ്ജിന് നിയത്ത് ചെയ്തവർക്ക് എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. നാളെ ഹബീബിൻ്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം താ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർത്തണേ പടച്ചവനെ. നാളെ നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ പടച്ചവനെ. മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഉമ്മപ്പമാരുണ്ട്, വല്യമ്മമാരുണ്ട്, വേണ്ടപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ഭാര്യ മക്കളുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകളെ നീ വിശാലമാക്കി സ്വർഗത്തോപ്പാക്കി സുഗന്ധപൂരിതമാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളും അങ്ങനെ കഫംപുടയിൽ പൊതിയപ്പെട്ട ഖബറിലേക്ക് വരുമ്പോൾ റബ്ബേ നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളോട് ഉണ്ടാകണേ പടച്ചവനെ. ബിജാഹി വഹഖ് നബിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. നമ്മൾ 11 മണിക്ക് നിർത്താനാണ് പറഞ്ഞത്. ഇത് 11:04 ഓവറായിട്ടില്ലല്ലോ. ജസാക്കുമുല്ലാഹു ഖൈറ. ദുആകൾ ഉൾപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.